പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന പുതിയൊരു സിനിമ ഇറങ്ങാൻ പോകുന്നുണ്ട്. മാർച്ച് 27-നാണ് ഇറങ്ങുന്നത്. L2E എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയാണ് അത്. അതിൻ്റെ ടീസർ ഇറങ്ങിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ ലാസ്റ്റ് ഭാഗം നമ്മൾ കണ്ടിട്ടുണ്ട്. ഖുറേഷി എബ്രാഹിം എന്ന് പറയുന്ന ഒരാളെ കുറിച്ചിട്ട് നമ്മൾ അറിയുന്നുണ്ട്. അയാളുടെ ഒരു സ്റ്റോറി ആയിരിക്കും ചിലപ്പോൾ ഇതിൽ പറയുന്നത്. നമുക്കതൊന്ന് ടീസർ ഒന്ന് കണ്ടിട്ട് വരാം. പുതിയൊരു സ്ഥലമാണല്ലോ. ഒരിക്കലും നിനക്ക് ചുറ്റുമുള്ളതൊക്കെ തകർന്നു എന്ന് തോന്നിയാൽ അന്ന് അച്ഛനില്ലെങ്കിൽ നിനക്ക് സഹായം ചോദിച്ചു ചെല്ലാൻ ഒരാളെയെന്ന് സ്റ്റീഫൻ. യുദ്ധം നന്മയും തിന്മയും തമ്മിലല്ല, തിന്മയും തിന്മയും തമ്മിലാണ്. He leads the most powerful mercenary hit group in Asia. എല്ലാരും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. Sir, we have the entire Gurkha cartel and the Quraysh Abraham nexus in one place. This is our chance. Shall we move in? So, ആരാണ് ഈ സ്റ്റീഫന്റെ നമ്പർ? ഹിന്ദുക്കൾക്ക് ഇവൻ മഹിരാവൺ, ഇസ്ലാമിൽ അവൻ ഇബ്ലീസ്, ക്രിസ്ത്യാനികൾക്കിടയിൽ അവൻ ഒരു പേര് ലൂസിഫർ. He's coming back. Super. Abraham, Qureshi, Abraham. Super. I hear gunshots. What am I doing? Abraham. This deal is with the devil. എമ്പുരാൻ സൂപ്പർ ആയിരിക്കും. बस एक इशारा भाईजान, बस एक इंतजार है. മോഹൻലാലിന്റെ പുതിയൊരു രൂപം. പൃഥ്വിരാജിന്റെ സിനിമ നല്ല സൂപ്പർ ആയിരിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ ഇതിലെ ഓരോ സീനും നമുക്ക് കാണുമ്പം അറിയാൻ പറ്റും വളരെ നല്ല രീതിയിലാണ് ഈ സിനിമയുടെ ഓരോ സീനുകൾ അവരെടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാകും. കാര്യം എന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ തുടക്കമൊക്കെ കാണുമ്പോൾ ഒരു നമ്മുടെ ഇംഗ്ലീഷ് ഫിലിമൊക്കെ കാണും പോലെയുള്ള ഒരു രീതിക്കാണ് അവരെടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് വിചാരിക്കാം അത്രയും ക്വാളിറ്റിയിലാണ് അവരെടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കാം. കഴിഞ്ഞ കുറേ കാലമായിട്ട് മോഹൻലാലിൻ്റെ പല സിനിമകൾ ഇറങ്ങിയിട്ട് നമ്മൾ വിചാരിച്ച അത്ര ഒരു തൃപ്തി നമുക്ക് കിട്ടിയിട്ടില്ല. ബാറോസ് ഉൾപ്പെടെ പല സിനിമകൾക്കും അത്ര ഒരു രസകരമായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. ഒരു പക്ഷേ ലൂസിഫർ അത് ഭയങ്കര വൺ ഹിറ്റായിരുന്നു. അത് പൃഥ്വിരാജ് സുകുമാരൻ എടുത്തതാണ്. അതുകൊണ്ട് നമുക്ക് ഈ രണ്ടാം ഭാഗവും പൃഥ്വിരാജാണ് സംവിധാനം ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഈ സിനിമ മോഹൻലാലിനെ വെച്ചെടുത്തിരിക്കുന്നത് വൺ ഹിറ്റായിരിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. അങ്ങനെ ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. അപ്പം നിങ്ങളും അങ്ങനെ പ്രതീക്ഷിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ തിയേറ്ററിൽ ഇറങ്ങുമ്പം അതിൻ്റെ വിശേഷങ്ങളെല്ലാം നമുക്ക് പങ്കുവയ്ക്കാം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.